ഫസിൽ മാസിനെ കുറിച്ചൊന്നും പറയണ്ട. സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. ഈ യൂണിഫോമാണ് ഞാൻ ആഗ്രഹിച്ചത്. രാഷ്ട്രത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിലകൊള്ളുകയെന്നതാണ് ഏറ്റവും വലിയ ബഹുമതി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ മാധ്യമത്തിൽ വന്നിരുന്ന് അവർ ഉശിരോടെ പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസർ, ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിത, നേതൃപാടവവും അർപ്പണബോധവും കൊണ്ട് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് കാവൽക്കാരിയായി ഇന്ന് ആഘോഷിക്കപ്പെടുന്ന കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം സുപ്രധാനമായൊരു സൈനിക നീക്കത്തിനൊടുവിൽ വിശദീകരണവുമായി ലോകത്തിനു മുന്നിലെത്തുന്നത് 2 വനിതാ സൈനിക മേധാവികൾ. പഹൽഗാമിൽ ഇടനെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറി ജീവൻ പൊലിഞ്ഞ പുരുഷന്മാർക്കരികിലിരുന്ന് കണ്ണീർ വാർത്ത സ്ത്രീകൾക്ക് വേണ്ടി കണക്ക് ചോദിച്ചാണ് അവർ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്തെന്നും എങ്ങനെയെന്നും അവർ വിവരിക്കുമ്പോൾ പാകിസ്ഥാനുള്ള ഈ തിരിച്ചടി ഇന്ത്യൻ സേനയുടെ നാരീശക്തിയുടെ കൂടി പ്രതീകമാവുകയാണ്. ഞാൻ പൂർണ്ണമായും സൈനിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ആർമി ലൈഫ് കാണുന്നുണ്ട്. ഓഫീസർ ആകണം എന്ന ആഗ്രഹം സ്വാഭാവികമായും ഉണ്ടായി. അതുമാത്രമല്ല കാരണം കേട്ടോ, എന്റെ മുത്തശ്ശിയുടെ അമ്മ റാണി ലക്ഷ്മിഭായിക്കൊപ്പം പോരാടിയ ആളായിരുന്നു. രാജ്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടതും പ്രതിരോധം തീർക്കേണ്ടതും പൗരന്മാരുടെ കടമയെന്നാണ് എന്റെ മുത്തശ്ശൻ പറയാറുണ്ടായിരുന്നത്. സോഫിയ ഖുറേഷി തന്റെ വഴി തനി വഴിയാണെന്ന് നേരത്തെ തന്നെ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്.